ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യെസ് ആൻഡ് യെസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ ബീഫ് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. അതിന് 1 കപ്പ് ജീരക ചമ്പ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പിന് 1.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വഴറ്റാനായി സവാള 2 സവാള എടുത്തിട്ടുണ്ട്. 3 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗ്രാമ്പു, പട്ട, ഏലം, മല്ലിയിലയും പുതിന ഇലയും അരിഞ്ഞു വെച്ചത്, കിലോ ബീഫ്. പ്രഷർ കുക്കർ അടുപ്പത്ത് വച്ചതിന് ശേഷം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ശേഷം സവാള ഇട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വഴറ്റുക. സവാള ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. അതിനോട് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇടുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച മണം മാറിയിട്ടുണ്ട്. അടുത്ത് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കുന്നു. നേരത്തെ നാരങ്ങയുടെ കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഇപ്പോൾ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ 2 നാരങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. പച്ചമണം മാറുന്നവരെ നമുക്കങ്ങ് വഴറ്റി കൊടുക്കാം. മസാല വഴഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തത് ബീഫ് ഇട്ട് കൊടുക്കും. അടുത്തത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് 10 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കുക. നമുക്ക് ബീഫ് വേവിക്കാൻ ഇടുമ്പോൾ സൈഡിൽ അരി വേവിക്കാൻ ഇടണം. അതിന് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായ ഉടൻ ഗ്രാമ്പു, പട്ട, ഏലം ഇട്ട് കൊടുക്കുക. അടുത്ത അരി ഇട്ട് കൊടുക്കുക. അരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുന്നു. അടുത്ത് വെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം. ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രഷർ കുക്കറിലുള്ള ബീഫ് വേവിച്ച് വെച്ച ബീഫൊക്കെ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ഈ വേവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സിമ്മിൽ വെച്ച് വേണം ചെയ്യുന്നത്.
ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.